നമസ്കാരം പ്രിയപ്പെട്ടവരെ. കനകധാര സ്തോത്രത്തിലെ 4-ാമത്തെ ശ്ലോകവുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ആദിശങ്കരാചാര്യർ ആചാര്യനായിരിക്കുമ്പോൾ അദ്ദേഹം ഭിക്ഷാടനത്തിനായി ഒരു ഭവനത്തിലെത്തുകയും അവിടുത്തെ ദാരിദ്ര്യം കണ്ട് സങ്കടപൂർവം ആ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി മഹാലക്ഷ്മിയെ സ്തുതിച്ച് എഴുതിയ അതിമനോഹരമായ കീർത്തനമാണ് കനകധാര സ്തോത്രം. കനകധാര സ്തോത്രം ജപിച്ചതിന് ശേഷം ദേവി ആദിപരാശക്തി മഹാലക്ഷ്മി ആ വീട്ടുകാർക്ക് സ്വർണ്ണമഴ പെയ്യിച്ചു കൊടുത്തു. അതായത് ആ വീട്ടിലെ എല്ലാ ദാരിദ്ര്യവും മാറ്റിക്കൊടുത്തു എന്നാണ് വിശ്വാസം. അതേപോലെ ഈ കനകധാര സ്തോത്രത്തിലെ ഏതെങ്കിലും ശ്ലോകം നമ്മൾ ദിവസേന സന്ധ്യാനേരം വീട്ടിൽ ജപിക്കുകയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ കിട്ടുന്ന ദിവസങ്ങളിൽ ജപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും മഹാലക്ഷ്മി ഇതുപോലെ അനുഗ്രഹം ചൊരിയും. നമ്മുടെ ദാരിദ്ര്യവും ദുഃഖവും എല്ലാം മാറും എന്നാണ് വിശ്വാസം. ബാഹ്വന്തരേ മധുജിത ശ്രിത കൗസ്തഭേയ ഹാരാവലീവ ഹരിനീലമയീ വിഭാതി കാമപ്രദാ ഭഗവതോപി കടാക്ഷമാല കല്യാണമാവഹതു മേ കമലാലയായ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലളിതാ സഹസ്രനാമം ജപിക്കുന്ന അതേ രീതിയിൽ നമുക്കിത് ചൊല്ലാവുന്നതാണ്. അല്ലാതെ നമ്മുടെ ഏത് രീതിയിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ദേവിയെ ഭജിച്ചാൽ ദേവി എല്ലാ രീതിയിലും സ്വീകരിക്കും എന്നുള്ളതും സത്യമാണ്. ബാഹുന്ദരേ മധുജിത ശ്രിത കൗസ്തഭേയ ഹാരാവലീവ ഹരിനീലമയീ വിഭാതി കാമപ്രദാ ഭഗവതോപി കടാക്ഷമാല കല്യാണമാവഹതു മേ കമലാലയായ. ഇനി ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ബാഹുന്ദരേ മധുജിത ശ്രിത കൗസ്തഭേയ ഹാരാവലീവ ഹരിനീലമയീ. അതായത് നമുക്കറിയാം വിഷ്ണുദേവന് ഒരു കരിനീല കളറുണ്ട് എന്ന്. അതായത് നീല നിറത്തിലാണ് വിഷ്ണുദേവനെ നമ്മൾ ആരാധിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. മഹാവിഷ്ണുവിൻ്റെ ഹൃദയം നീല നിറത്തിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ഈ ശരീരത്തിൻ്റെ നീല നിറം പ്രശോഭിക്കുന്നത് അദ്ദേഹം ഭുജങ്ങൾക്കിടയിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ഭുജങ്ങൾക്കിടയിൽ കൗസ്തുഭം മാണിക്യം കൊണ്ടുണ്ടാക്കിയ ഒരു മാല ധരിച്ചിരിക്കുന്നത് തിളങ്ങുന്നുണ്ട്. ഇതിൻ്റെ തിളക്കം ശരീരത്തിൻ്റെ ശോഭ, അതായത് മധുജിത എന്ന് പറയുന്നത് മധു എന്ന അസുരനെ വധിച്ചതുകൊണ്ട് മഹാവിഷ്ണുവിനെ മധുജിതൻ എന്നും വിളിക്കുന്നുണ്ട്. മഹാവിഷ്ണു, അതായത് മധുവിനെ വധിച്ച മഹാവിഷ്ണുവിൻ്റെ നീല നിറമുള്ള ശരീരവും അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷങ്ങളും എല്ലാം പ്രതിഫലിക്കുന്നതും എല്ലാം അതിൻ്റെ ഉത്തമമായ ഗുണത്തിലെത്തുന്നതും അദ്ദേഹത്തിൻ്റെ പത്നിയായ മഹാലക്ഷ്മിയുടെ കണ്ണിൽ നിന്നുണ്ടാകുന്ന ആ ഒരു നോട്ടം കൊണ്ടും അതിൽ നിന്നുണ്ടാകുന്ന ആ തീക്ഷ്ണത കൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ പ്രേമപൂർവമായ ആ ഒരു നോട്ടം കൊണ്ടും കടാക്ഷങ്ങൾ കൊണ്ടുമാണ് എന്നാണ് ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്നത്. അതേ നോട്ടം കൊണ്ട് ദേവി മഹാലക്ഷ്മി അമ്മേ എന്നെയും ഈ പാവത്തിനെയും, അതായത് അദ്ദേഹം നിൽക്കുന്ന വീട്ടിലുള്ള ആ പാവങ്ങളെയും ഒന്ന് രക്ഷിച്ചു തരൂ ഭഗവതി എന്നാണ് ശ്രീ ശങ്കരാചാര്യർ ഈ ഒരു ശ്ലോകം കൊണ്ട്
ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാഹുന്തരേ മധുജിത ശ്രിതകൗസ്തഭേ യാ ഹാരാവലീവ ഹരിനീലമയി വിഭവാദി കാമപ്രദാ ഭഗവതാ അഭി കടാക്ഷമാല കല്യാണം ആവഹതുമേ കമലാലയായ. അതായത് താമരയിൽ വസിക്കുന്ന മഹാലക്ഷ്മി അമ്മേ ദേവി, അവിടുന്ന് മഹാവിഷ്ണുവിൻ്റെ എല്ലാ തേജസ്സും ഓജസ്സും ശക്തിയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് പോലെ ഈ പാവങ്ങളെയും ഒന്ന് രക്ഷിക്കൂ, അതായത് എന്നെയും അതേപോലെ ഒന്ന് അനുഗ്രഹിക്കൂ എന്നാണ് ശ്രീ ശങ്കരാചാര്യർ എഴുതി വച്ചിരിക്കുന്നത്. ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഹരിനീല നിറത്തിലുള്ള ഹാരമായ, അതായത് ഹരിനീല നിറത്തിലുള്ള ഹാരം അണിഞ്ഞിരിക്കുന്ന അതിൻ്റെ ശരീരവും അതിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ആ തേജസ്സും എല്ലാം ജ്വലിപ്പിക്കുന്ന നോട്ടം അമ്മയല്ലേ നൽകുന്നത്. അതേ ഒരു നോട്ടം ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഭാഗത്തോട്ടും നോക്കൂ, അതായത് ഈ വീട്ടിലേക്കും ഒന്ന് ശ്രദ്ധിക്കൂ എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകം ലക്ഷ്മി ദേവിയുടെ അനന്തകൃപയുടെ പ്രതീകമായാണ് ശങ്കരാചാര്യർ വിവരിക്കുന്നത്. ഭഗവാനായ വിഷ്ണുവിന് പോലും ആ കടാക്ഷം കൃത്യമായിട്ടും മറ്റുള്ളവരിലേക്ക് നൽകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിന് പോലും, അതുപോലെ അദ്ദേഹത്തിന് ആനന്ദം ലഭിക്കാനും സമൃദ്ധി, ശാന്തി എന്നിവ എല്ലാം നൽകാൻ ദേവിയുടെ ഒരു കടാക്ഷം മാത്രം മതി എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. അതേ കടാക്ഷം എന്നിലൂടെ, അതായത് ഈ വീട്ടിലേക്ക് ഒന്ന് നൽകൂ ദേവി എന്നാണ് ശങ്കരാചാര്യർ പുകഴ്ത്തി എഴുതിയിരിക്കുന്നത്.